അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഈശോ തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. പ്രിയപ്പെട്ട സഹോദരരെ, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായാൽ നമ്മിൽ ഉണ്ടാകുന്ന മാറ്റം പെട്ടെന്നായിരിക്കും. ഈ വചനഭാഗത്ത് മാത്രമല്ല, കർത്താവ് ഇടപെടുന്ന പലരുടെയും ജീവിതങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്ന വചനമാണ്, ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. അപ്പോൾ തന്നെ അവൻ്റെ കുഷ്ഠം മാറി, അപ്പോൾ തന്നെ അവന് കാഴ്ച ലഭിച്ചു. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ ഒത്തിരി സമയം വേണ്ട. മറ്റു പലരും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവർക്ക് ഒത്തിരി സമയം വേണം, ഒത്തിരി കാലം വേണം. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ ഒത്തിരി സമയം വേണ്ട. അവൻ ഒന്ന് മനസ്സായാൽ നിന്നിൽ അവിടുത്തെ ഇടപെടൽ, അതുമൂലമുണ്ടാകുന്ന മാറ്റം പെട്ടെന്നായിരിക്കും. അതാണ് നമ്മൾ വചനത്തിൽ കണ്ടത്. ഏറെ നാൾ പലരുടെയും ഇടപെടലിന് വേണ്ടി കാത്തിരുന്ന ഈ സ്ത്രീ വലിയ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് തിരിച്ചു പോയത്. കാരണം കർത്താവ് അവളുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവിന് ഒരു നിമിഷം മതിയായിരുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഇടപെടൽ അവിടുത്തെ ഇടപെടലാണ്. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിച്ചാൽ പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ അത് ഇടയാക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയ ഔസേപിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.